വെളുത്തെന്ന് തോന്നുന്നു. ഹേയ്, ഇല്ല കോളിൻസ്, നേരം വെളുത്തില്ല. ഇനിയും സമയമുണ്ട്. ശരിക്കും ടൈം ആയില്ലേ? അതാ കോളിൻസ്. ഈ സൂര്യൻ നേരത്തെ വരാത്തത് കൊണ്ടല്ലേ? അല്ല കോളിൻസ്, സൂര്യന് വളരെ കൃത്യനിഷ്ഠ ഉള്ളതുകൊണ്ടാ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്നത്. കോളിൻസും സൂര്യൻ ഉദിച്ചോ എന്ന് നോക്കേണ്ടതായിരുന്നു. ഇപ്പോ എല്ലാവരും ഉണർന്നു കാണും. എല്ലാ കാര്യവും അല്പം നേരത്തെ ആകുന്നത് നല്ലതല്ലേ? ഒരു തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണെന്ന് സമ്മതിച്ച് തിരുത്താൻ ശ്രമിക്കണം. അല്ലാതെ ന്യായീകരിക്കുന്നത് ശരിയാണോ കോളിൻസ്? എല്ലാം കുറച്ചു നേരത്തെ ആകുന്നത് നല്ലതാണ്, പക്ഷേ ഒത്തിരി നേരത്തെ ആകുന്നത് ശരിയാവില്ല. ശരിയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. സംഭവിച്ചു പോയില്ലേ, ഇനി അതോർത്ത് വിഷമിക്കേണ്ട കോളിൻസ്. തെറ്റുകൾ ഇനി സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ ആകുമോ എന്തോ. എണീക്കോ, ദേ കോളിൻസ് കോവി. ഇന്ന് സൈക്കിൾ റേസ് ഉള്ളതാ. എണീക്കോ ടോം. ടീന, അലാം അടിച്ചില്ലല്ലോ. അതിന്റെ ബാറ്ററി പോയിട്ടുണ്ടാവും. നീ അലാറം എടുത്തു നോക്കൂ. ദാ നോക്ക്, സമയമായിട്ടില്ല ടീന. വെറുതെ എന്റെ ഉറക്കം കളഞ്ഞു. ആ കോളിൻ ഉറക്കപ്പിച്ചിൽ കൂവിയതാകും. ടീന, കിടക്കാൻ നോക്കൂ. എന്തായാലും സാരമില്ല, ഇനി ഉറങ്ങേണ്ട. ചിലപ്പോൾ ദൈവം എല്ലാം നേരത്തെ റെഡിയാവാൻ നമ്മളെ ഉണർത്തിയതാവും ടോം. നീ ചിലപ്പോൾ അലാറം അടിച്ചാലും ഉണരാറില്ല എന്ന് നിനക്കറിയാലോ. എനിക്ക് അലാം ഒന്നുമില്ലെങ്കിലും നേരത്തെ എഴുന്നേൽക്കാൻ അറിയാം. ഓവർ കോൺഫിഡൻസ് നല്ലതല്ല ടോം. ഞാൻ ഇനി നിന്നെ വിളിക്കില്ല. വേണ്ട ടീന, ഞാൻ എഴുന്നേറ്റോളാം. ഓ ശരി, ഞാൻ എന്തായാലും റെഡിയാകാൻ പോകുക. ഗുഡ് മോർണിംഗ് മാഗി. ഇന്ന് കോളിൻ നേരത്തെ കൂപ്പിയല്ലോ, എന്തു പറ്റി? ഗുഡ് മോർണിംഗ് ടീന. അത് കോളിൻസിന് ഒരബദ്ധം പറ്റിയതാ. ഇന്ന് സൈക്കിൾ റേസ് ഉള്ളതല്ലേ, മാഗി കാണാൻ വരുന്നില്ലേ? ഞാൻ വരാം. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ എത്തിക്കോളാം. ടോമും ടീനയും റേസിന് ചേരുന്നില്ലേ? എന്തായാലും ഞാനുണ്ട്. ടോമിന്റെ കാര്യം എനിക്കറിയില്ല. അതെന്ത് പറ്റി? സാധാരണ ടോമാണല്ലോ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങുന്നത്. എവിടെ ടോം? ടോം ഇതുവരെ എണീറ്റിട്ടില്ല. കോളിൻസ് കോവിയപ്പോ തന്നെ ഞാൻ വിളിച്ചതാ. നേരത്തെയാണെന്ന് പറഞ്ഞ് അവൻ പിന്നെയും കിടന്നു. ശരി, ഞാൻ ഇപ്പോ വരാട്ടോ. ടോം, ടീന, എഴുന്നേറ്റില്ലേ ഇതുവരെ രണ്ടുപേരും? വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ടോം എണീറ്റിട്ടുമില്ല, കുളിച്ചിട്ട് പോലുമില്ല. അപ്പോഴാ ബ്രേക്ക്ഫാസ്റ്റ്. ദൈവമേ, കോമ്പറ്റീഷന് ഞങ്ങൾക്ക് തന്നെ ജയിക്കാൻ ശക്തി തരണേ. മത്സരാർത്ഥികൾ പ്രത്യേക ശ്രദ്ധയ്ക്ക്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് പേരുകൾ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൃത്യം 7 മണിക്ക് തന്നെ മത്സരം ആരംഭിക്കുന്നതാണ്. ഹായ് ടീന, നീ എന്താ വൈകിയേ? റേസ് ഇപ്പോ തുടങ്ങും. അല്ല, ടോം എത്തിയില്ലേ? ടോം വന്നോളാമെന്ന് പറഞ്ഞു. റോബിൻ, നീ പേര് കൊടുത്തോ? നമ്പർ 6 ആണ് എന്റേത്. ടീന എളുപ്പം പോയി രജിസ്റ്റർ ചെയ്യൂ. മത്സരാർത്ഥികൾ പ്രത്യേക ശ്രദ്ധയ്ക്ക്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് പേരുകൾ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൃത്യം 7 മണിക്ക് തന്നെ മത്സരം ആരംഭിക്കുന്നതാണ്. ദൈവമേ, ടോമിനെ എളുപ്പം എത്തിക്കണേ.
എന്താ ടീനെ, ടോം വന്നില്ലേ? ഞങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞ് പേടിച്ചു മാറിയതാണോ? ഏ ഏ അതെ അതെ, അവര് നമ്മളെ പേടിയാണെന്നേ. എന്താ ടീനെ, പേടിയാവുന്നുണ്ടോ? ടോം വരും. ടോമിന് നിന്നെയൊന്നും പേടിയില്ല കാർലോസ്. ഇനി എപ്പോഴാ? രജിസ്ട്രേഷൻ ടൈം ഒക്കെ കഴിയാറായി, അപ്പോഴാ. ടീനെ അവൻ പറയുന്നത് പറഞ്ഞോട്ടെ, നമുക്ക് ചെയ്തു കാണിക്കാം. മാർക്കസ് അങ്കിൾ അറിഞ്ഞോ ടീന റേസിന് ചേരുന്നത്? ഇല്ല, അറിഞ്ഞാൽ വഴക്കു പറയും. ഷോ, ടോം കൂടി ഉണ്ടായിരുന്നേ. വാ, നമുക്കിറങ്ങാം. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, മത്സരത്തിൽ പങ്കെടുക്കുന്നവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇത് നമ്മുടെ ബെറ്റി അല്ലേ? ബെറ്റി, ബെറ്റി, നീ ഒന്ന് വേഗം വാ. ടോം, വേഗം എണീക്കൂ. സൈക്കിൾ കോമ്പറ്റീഷന് പങ്കെടുക്കണ്ടേ? ഇപ്പോൾ തന്നെ ലേറ്റായി. അയ്യോ, ഞാൻ ഉറങ്ങിപ്പോയി. ഒത്തിരി ലേറ്റ് ആയല്ലോ. വാ ബെറ്റി, വേഗം പുറപ്പെടാം. അതെ ടോം, എങ്ങോട്ടായാലും ഞാനും ഉണ്ട്. ടോം, വേഗം വേഗം. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, മത്സരത്തിൽ പങ്കെടുക്കുന്നവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതെ, സമയം കഴിഞ്ഞു. പ്ലീസ്, 15 മിനിറ്റ് അല്ലേ വൈകിയുള്ളൂ. അതെ, സോറി, ഇവിടെ റേസ് തുടങ്ങി കഴിഞ്ഞു. ഇയാളെ എന്ന് ഞാൻ വേണ്ട ജിമ്മി, എന്റെ തെറ്റാണ്. ഞാൻ ടീന പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. സാരമില്ല ടോം, ഏതായാലും ടീന ട്രാക്കിലുണ്ടല്ലോ, നമുക്കവളെ മാക്സിമം എൻകറേജ് ചെയ്ത് വിജയിപ്പിക്കാം. അതെ, ടീനിക്ക് കിട്ടിയാലും നമുക്ക് തന്നെയല്ലേ? അതെ, പക്ഷേ അവളുടെ സൈക്കിൾ കുറച്ച് പഴയതാ. എന്തായാലും നമുക്ക് നോക്കാം. ഹായ് മാഗി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടോം. നീ ലേറ്റ് ആയല്ലേ? അത് കോളിൻസ് കാരണമാ. കോളിൻസിനോട് ആരാ നേരത്തെ കൂവാൻ പറഞ്ഞേ? കോളിൻസ് ചെയ്തത് തെറ്റാ, സമ്മതിച്ചു. പക്ഷേ നിന്നോട് ടീന പറഞ്ഞതല്ലേ പിന്നെയും കിടക്കണ്ട എന്ന്. അത് പിന്നെ എനിക്ക് തോന്നി എനിക്ക് കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ കഴിയുമെന്ന്. പക്ഷേ പറ്റിയില്ല. സാരമില്ല, അത് കഴിഞ്ഞില്ലേ. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം? അതു കഴിഞ്ഞ കാര്യം തന്നെയാ. പക്ഷേ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോഴും അതിനുവേണ്ടി നേരത്തെ പ്ലാൻ ചെയ്തിരിക്കണം. ടീന നേരത്തെ എത്തിയത് കാരണം അവൾക്കെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റി. വളരെ ശരിയാണ് മാഗി. ദേ, കാർലോസിന്റെ ഒരു സ്റ്റൈല് കണ്ടില്ലേ? അവന്റെ ഒരു സ്റ്റൈല്. ഞാനുണ്ടെങ്കിൽ കാണാമായിരുന്നു. ഇല്ലല്ലോ. ടീന, ഞാൻ ഇവിടെ ഉണ്ട്. കമോൺ, വേഗം ഓടിക്ക് ടീന. മോനിക്ക, ടീന നിന്നോടെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നമ്മുടെ മാഗി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു.
പിന്നെ അവൾ ആ പഴയ സൈക്കിൾ എടുത്ത് പൊടി തട്ടുന്നുണ്ടായിരുന്നു. അപ്പ ടോം എവിടെ? അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ശരി, എന്നാ നമുക്ക് അവരോട് ചോദിക്കാം ടീന എവിടെയെന്ന്. ടോം, ഡാ, നേരെ ഒത്തിരിയായി, നീ വാതിൽ തുറക്കൂ. ടോം, വാതിൽ തുറക്കൂ. ടോം, ഞങ്ങൾ വഴക്ക് പറയില്ല, ഒന്ന് പുറത്തു വാ. ഓഹോ, എനിക്കിപ്പ പിടികിട്ടി അവരെവിടെയാണെന്ന്. എവിടെ? ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് പേരുകൾ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൃത്യം 7 മണിക്ക് തന്നെ മത്സരം ആരംഭിക്കുന്നതാണ്. മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. One, two, three. വേഗം ഓടിക്ക് ടീന. ദൈവമേ. ദൈവമേ, അവർ എവിടെയാണ് മാർക്കസ്? നീ പേടിക്കാതിരിക്കും മോനിക്ക, നമുക്കവരെ കണ്ടെത്താം. Come on, Tina. Come on, come on. ടീനെ, ഇവിടെ ടോം എത്തിയിട്ടുണ്ട്. മോളെ, ഞങ്ങളുണ്ട് കൂടെ. ടീന, വേഗം. ടീന, പേടിക്കണ്ട മക്കളെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഷോ, ഞാൻ വിളിക്കേണ്ടില്ലായിരുന്നു. മോളെ ടീന. ദൈവമേ, എന്റെ മോള്. ടീന, നീ വിഷമിക്കണ്ട, ടോം എത്തിയിട്ടുണ്ട്. ടീന, ഞാൻ ഇവിടെ ഉണ്ട്. മമ്മിയും പപ്പയും ഇവിടെ എത്തിയിട്ടുണ്ട്. Come on, ടീന, സൈക്കിൾ എടുക്കൂ. വേഗം സൈക്കിൾ എടുക്ക്. കമോൺ കമോൺ കമോൺ. കാർലോസ്, ഈ പ്രൈസ് എനിക്കാണ്. എന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആ ആ ആ ആ, കണ്ടോ കണ്ടോ, ഇതാണ് നമ്മുടെ ടീനയുടെ സ്പിരിറ്റ്. കമോൺ മോളെ, നീ തന്നെ റേസിൽ ജയിക്കണം. നീ തോൽക്കാൻ തയ്യാറായിക്കോളൂ റോക്കി. ആഹാ, അത്രയ്ക്കായോ നീ? എന്നാ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം. എന്ത് അത്രയ്ക്കായി നീ? ഞാനും വിടില്ല നിന്നെ. ആഹാ, നീ വീണതല്ലേ, പിന്നെ അങ്ങനെ? ഉയർത്തെഴുന്നേൽപ്പ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതാണ് കാർലോസ്, പ്രത്യേകിച്ച് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ.
എടി ടീനെ, നീ എന്നെ എന്തായാലും കപ്പ് നമുക്ക് തന്നെ കിട്ടിയില്ലേ? അപ്പൊ കോളിൻസ് നേരത്തെ കൂവിയത് കൊണ്ട് ടീനക്ക് കപ്പ് കിട്ടി അല്ലേ? അഹാ. ടീനയുടെ ഹാർഡ് വർക്കും കുടുംബത്തിന്റെ സ്നേഹവുമാണ് ടീനയ്ക്ക് കപ്പ് കിട്ടാൻ കാരണമായത്. അതെ അതെ, ടീനയുടെ ഹാർഡ് വർക്കും കുടുംബത്തിന്റെ സ്നേഹവും